M4Tech ചാനലിൽ വന്ന റീസെന്റ് വീഡിയോ കുറച്ചധികം ആളുകൾ അയച്ചു തന്നു. ചേട്ടാ, കാർ സ്റ്റണ്ട് ഗോൺ റോങ് എന്ന് പറഞ്ഞ വീഡിയോനകത്ത് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വണ്ടിയെ ഇതേപോലെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ചേട്ടൻ ഇതിനു മുമ്പ് ബുൾജെറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവർ വണ്ടി തല്ലി പൊട്ടിച്ചപ്പോൾ. അപ്പോൾ ഇത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അയച്ചു തന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളൊരു കാര്യം, ബുൾജെറ്റ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി കോറിയിൽ ഇടിച്ച് പൊട്ടിക്കുകയാണ്. അതായത് അത് എങ്ങനെയെങ്കിലും സ്ക്രാപ്പ് ആക്കാൻ വേണ്ടി അടിച്ച് പൊളിക്കുകയാണ്. അത് കാണുമ്പോൾ ഇനി വണ്ടി ഇഷ്ടപ്പെടുന്നത് എന്നല്ല, അത്യാവശ്യം വണ്ടി കാറ് സ്വന്തം വീട്ടിൽ വണ്ടി ഉള്ളവർക്കൊക്കെ ഒരു സങ്കടം തോന്നും. M4Tech ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളക്കെട്ടിലേക്ക് വണ്ടി പോയാൽ എന്ത് സംഭവിക്കും, ഇതാണ് സംഗതി. പിന്നെ പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് എന്താ പറയുക, ഇത് വണ്ടി പോയിട്ട് അത് രക്ഷപ്പെടാനുള്ളൊരു ഹാക്കോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് അത് കാണിച്ചു, അതായത് വണ്ടി വെള്ളത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിച്ചതാണ് ആ വീഡിയോയിൽ എന്നുള്ളത്. ഇതാണ് ആ രണ്ട് വീഡിയോ തമ്മിലുള്ള വ്യത്യാസം. ബട്ട് ഓബിയസ്ലി രണ്ട് വീഡിയോ ആണെങ്കിലും ഭയങ്കരമായ വണ്ടി ഭ്രാന്തന്മാർക്ക് കണ്ടാൽ ചിലപ്പോൾ സങ്കടമാകും. കാരണം ഓടുന്ന വണ്ടി എന്തിനു നശിപ്പിക്കണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം, ക്വൈറ്റ് നാച്ചുറൽ. സോ എന്താണെങ്കിലും ആ വീഡിയോന്റെ തുടക്കം മുതൽ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊന്ന് നോക്കാം. എല്ലാവർക്കും M4Techലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഡിസ്ക്ലൈമറിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. റോഡിലൂടെ വാഹനം ഓടിക്കുന്നവർ തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ നിയമങ്ങൾ കർശനമായും പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിനോദപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ആരും തന്നെ അനുകരിക്കരുത്. നമ്മളുടെ ബാക്കിൽ കാണുന്ന വണ്ടി നമ്മളൊരു കുഴി കുഴിച്ച് അതിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഇറക്കി വിടാൻ പോവാണ്. സംഭവം കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് വണ്ടിയോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ചെറിയ സങ്കടം തോന്നാം. നല്ലൊരു വണ്ടി എന്തിനാണ് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതെന്ന്. സംഭവം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മൾ തൊട്ടടുത്ത് കേട്ടായിരുന്നൊരു വിഷയമാണ്. നമ്മുടെ തൊട്ടയൽവക്കത്തെ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. ചെന്നൈയിലേക്ക് ഒരുപാട് പേർക്ക് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, റോഡിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ആളുകൾ ശ്രദ്ധയില്ലാതെ എന്താ പറയുക, രക്ഷപ്പെടാനാണെന്ന് തോന്നുന്നു ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വണ്ടി ഓടിച്ചു പോകുന്നതും കുറേ അപകടങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ 2018-ലും 2019-ലും തുടർച്ചയായി ഒരുപാട് വർഷങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. തുടക്കം തന്നെ മൂപ്പര് പറയുന്നുണ്ട്, വെള്ളക്കെട്ടിലേക്ക് വണ്ടി ഇറങ്ങുന്ന പ്രശ്നം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്. ഇനി വരും വർഷങ്ങളിലും വെള്ളക്കെട്ടും കാര്യങ്ങളും വരാം. ഇതൊക്കെ കണ്ടിട്ടും ആളുകൾ അല്ലേ, ചില ആളുകൾ ഒന്നും നോക്കാൻ എടുത്ത് പോലില്ലേ. എത്രയോ ടീം അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. ഒന്നും നോക്കാതെ വെറുതെ വെള്ളക്കെട്ടിക്ക് വണ്ടി എടുത്ത് പോകാറുണ്ട്. കുറച്ചൊരു അന്തം ഉള്ള ടീംസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളത്തേക്കൊന്നും വണ്ടി ഇറക്കൂല. പിന്നെ പെട്ടെന്ന് വരുന്ന വെള്ളത്തിൽ പെട്ടു പോകുന്ന വണ്ടിയും അതിലെ ഡ്രൈവേഴ്സും ഉണ്ട്. അപ്പം ഇത് ഭയങ്കര ക്ലിയർ ആണ്. ഇതിലെന്താ വിഷയം എന്ന് എനിക്കറിയില്ല. സംഗതി വളരെ ക്ലിയർ ആണ്. കാരണം വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ആണെങ്കിൽ സങ്കടവും തോന്നാം. പക്ഷെ ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത് ഇന്ന കാരണത്തിനാന്നുള്ളത് കൃത്യമായിട്ട് M4Tech പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കോഴിക്ക് പെയിന്റ് അടിച്ച ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കഴിഞ്ഞതിന് ശേഷം M4Tech ഏറ്റവും കൂടുതൽ ഒരു കമന്റ് ബോക്സിൽ ഭയങ്കര വിമർശനം വന്നൊരു വീഡിയോ, വണ്ടി വെള്ളത്തിലിറക്കി ഈ ഒരു വീഡിയോ ആയിരിക്കാം. കമന്റ്സ് കുറേ കമന്റ്സ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ചേട്ടാ വണ്ടി ഞങ്ങൾക്ക് തന്നൂടെ, നശിപ്പിച്ച് കളയണോ, അങ്ങനെ കുറേ കമന്റുകൾ വരുന്നുണ്ട്. പിന്നെ കുറേ കമന്റുകൾ ഇങ്ങനെയാണ്, ഇതിൽ പെർട്ടിക്കുലറായിട്ട് വലിയ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല. അത് സീരിയസ്ലി ഉള്ള കാര്യമാണ്. എനിക്ക് കണ്ടപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് ഒരു പുതിയതായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ല അല്ലേ. കുറെ ആൾക്കാർ ചെയ്തതാണ്, മലയാളികളല്ലാന്നുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, വെള്ളത്തേക്ക് പോയാൽ ഇനിയിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും ഒരു ഡോറൊക്കെ മുങ്ങി പോകുന്ന രീതിയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് കയറി വരണം എന്നുണ്ടെങ്കിൽ നടക്കൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏത് വണ്ടി, പെട്രോളോ ഡീസലോ എന്തോ ആയിക്കോട്ടെ, ചില വണ്ടി വെള്ളത്തിൽ പെട്ടാൽ പെട്ടു. വെരി റയർ കേസ് ആവൂല്ലേ വണ്ടി രക്ഷപ്പെട്ടു പോണത്. വെള്ളത്തിൽ സ്റ്റാർട്ടിങ്ങിലാണ് ഒരു വണ്ടി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. സ്റ്റാർട്ടിങ്ങിൽ അല്ലാത്ത വണ്ടി, ഇപ്പോൾ നമ്മളെ കേരളത്തിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും 3 ദിവസമൊക്കെ വെള്ളത്തിൽ നിന്ന് വണ്ടി ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടികൾ ഇപ്പോഴും ഉണ്ടല്ലേ. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നമ്മളോട് ഓടിച്ചു കൊണ്ടാൽ നമ്മൾ പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കയറുന്ന സമയത്ത് വണ്ടി അവിടെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് മാക്സിമം ഒഴിവാക്കുക. അങ്ങനത്തെ പരിപാടി അല്ല, പെട്ടുപോയി എന്ന് വിചാരിച്ചു ഒരു വണ്ടി വെള്ളത്തിൽ. അതന്നെ, വെള്ളത്തിൽ പറഞ്ഞാൽ സൈലൻസറിന്റെ ഒക്കെ മേലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഒന്നല്ലെങ്കിൽ ഓഫ് ആവാതെ വേറെ പുറത്തേക്ക് എത്തിക്കുക. ഓഫായാൽ കഴിഞ്ഞു, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു, തീരുമാനമായി. ഇപ്പൊ ഏകദേശം ഏത് ചെറിയ വണ്ടിയിൽ വരെ അത്രയും സെൻസറുകളാണ്.
ഈ സെൻസറൊക്കെ ചെറിയ വിലയല്ല, നല്ല വിലയുടെ സെൻസറാണ്. പിന്നെ ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് വണ്ടിക്ക് പക്ഷെ എന്നാലും വെള്ളത്തിൽ എന്തൊക്കെയോ പറയണില്ലേ. ഇലക്ട്രിക് വണ്ടി നമുക്ക് വല്ലാണ്ട് അതിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ സീരിയസ് ആയിട്ട്. കാരണം ഇപ്പൊ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്തൊരു മഴയും വെള്ളക്കെട്ട് വരുമ്പോഴാണ് ഇനി ഇലക്ട്രിക് വണ്ടീന്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഇതിനുള്ളിൽ നോക്കുകയാണെങ്കിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നമ്മുടെ വണ്ടി ഓഫായി പോയി. ഇനി ഇൻഗ്രേറ്റ് ചെയ്യാൻ നോക്കിയാ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. വരെ നോക്കി ഇപ്പോഴും ഇതിന്റെ ഉള്ളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ഓഫായി പോയി. വണ്ടി താഴെടാ. അയ്യോ അയ്യോ ലസിക്കടാ. ഇത് മഴക്കാലമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഓഫ് റോഡ് വണ്ടിയല്ലാത്ത സാധാ വണ്ടികൾ വരെ, അല്ലെങ്കിൽ എന്താ പറയുക, സാധാ വണ്ടികൾ നമുക്ക് അറിവില്ലായ്മ മൂലം വെള്ളം കവർ ചെയ്ത് പോകാനുള്ള ധൃതി കൊണ്ടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കാറുണ്ട്. പെട്രോൾ വണ്ടികളാണെങ്കിലും ഡീസൽ വണ്ടികളാണെങ്കിലും അതിനെല്ലാത്തിനും പല പോരായ്മകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വണ്ടി ഇതേ നോക്കിയേ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞപ്പോൾ മുങ്ങി തന്നെ വേണ്ട. ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. അതായത് ആണാ എന്താ എഞ്ചിനാണോ കുലുങ്ങണേ? പിന്നെ ഒരു കാര്യം, നമ്മൾ ഫുൾ സേഫ്റ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആരും തന്നെ അനുകരിക്കരുത്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിനും ഇൻഫോർമേഷൻ പർപ്പസിനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതും എന്താ പറയുക, പൂർണ്ണമായ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്രൂവിനെ നമ്മൾ റെഡിയാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത് തന്നെയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ ഇല്ല എന്ന് പറയുന്നവർ പറയുന്നതും ക്ലിയർ ആണ്. കാരണം അതിനകത്ത് മൂപ്പര് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വെള്ളക്കെട്ടിലേക്ക് വണ്ടി ഇറക്കരുത്. അല്ലാതെ മൂപ്പര് ഇതിന്ന് രക്ഷപ്പെടാൻ പുതിയ മാർഗങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞു തരുന്നില്ല. അങ്ങനത്തെ മാർഗങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ യൂട്യൂബിലല്ലേ, നമ്മുടെ ചാനൽ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടമാനുണ്ട്. ഗ്ലാസ് പൊട്ടിക്കാം, വെള്ളക്കെട്ടിലേക്ക് പോയാൽ പ്രഷർ കൂടുതൽ കാരണം ഡോറ് തുറക്കാൻ പറ്റില്ല, അപ്പം എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഇഷ്ടംപോലെ ചാനലുകൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ അവർ ജസ്റ്റ് ഒരു വണ്ടി എടുത്തു, സ്ക്രാപ്പിന് പോകേണ്ട വണ്ടി വന്നിട്ടുണ്ടല്ലോ കണ്ടിട്ട്, പഴയ 800 സ്ക്രാപ്പിന് പോകേണ്ട വണ്ടി, ബട്ട് സ്റ്റിൽ ഓടുന്ന വണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കമന്റ് ബോക്സിൽ വിഷമം പറയുന്ന വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി പറയാം. ഇപ്പം എനിക്കാണെങ്കിലും വണ്ടി അന്ന് മറ്റേ ഈവിൾ ജെറ്റ് നശിപ്പിച്ച് കളഞ്ഞത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടവും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വീണ്ടും എന്താ പറയുക, ഓക്കെ ഒരു അവയർനെസ്സിനാണെന്നുള്ളത് കൊണ്ട് അത്ര സീനില്ല. പക്ഷെ അതിന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടിയെന്ന് വെച്ചാൽ മേജർ അവയർനെസ്സോ അല്ലെങ്കിൽ പുതിയ ഹാക്കൊന്നും കിട്ടിയില്ലെങ്കിലും വണ്ടി വെള്ളത്തിൽ ഇതെന്താ പറയുക, ഇനി M4 ഇപ്പോൾ ഈ വീഡിയോ ഇനി 10 ആളിങ്ങനെ ഇനി വെള്ളക്കെട്ടിലേക്ക് വണ്ടി ഇറങ്ങരുത് എന്ന് പറഞ്ഞാലും ഇവിടെ അടുത്തൊരു വെള്ളപ്പൊക്കവും പ്രളയവും വരുന്ന സമയത്ത് ഇതേപോലെ വണ്ടി എടുത്ത് പോയി കുടുങ്ങാൻ ഇനി ആൾക്കാരുണ്ടാവും. അതൊരു അൺഫോർച്ചുനേറ്റ് തിങ് ആണ്. നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് നേരെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഫണ്ണി ആയിട്ടാണ് ചെയ്തെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് കിട്ടേണ്ട ഇൻഫർമേഷൻ എന്തായാലും എടുക്കണം. കാരണം നമുക്ക് മനസ്സിലായിരുന്നു നമ്മുടെ വണ്ടി നേരെ വെള്ളത്തിലേക്ക് നമ്മൾ ഓടിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മളുടെ വണ്ടി പെട്ടെന്ന് ഓഫായിപ്പോയി. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വയറിങ്ങുകൾ ഷോർട്ടായി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് നമ്മുടെ വണ്ടി ഓടില്ല, നമ്മൾ ട്രാപ്പായി എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മുടെ വണ്ടി ഓടിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി താഴെ മുട്ടാണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതായത് വീല് നിലത്ത് മുട്ടിയില്ലെങ്കിൽ പിന്നെ വെള്ളം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ വണ്ടി പോകും, നമ്മൾ അപകടത്തിലാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ മച്ചാന്മാരെ, എന്തെങ്കിലും ഇതുപോലത്തെ സാഹചര്യം, അതായത് നമ്മളുടെ വെള്ളത്തിൽ കൂടി നമുക്ക് വണ്ടി ഓടിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് ഓർത്ത് വെച്ചേക്കാം. അതായത് ഒരു മിനിമം ലെവലല്ലാണ്ട് വെള്ളം കുറച്ച് കൂടി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വണ്ടി ഓഫ് ആവും. കാരണം അതിൻ്റെ എയർ ഇൻടേക്കിൽ കൂടി തന്നെ വെള്ളം കയറുകയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർട്സുകളൊക്കെ ഷോർട്ടാവും, വയറൊക്കെ ഷോർട്ടാവും. പിന്നെ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ് പറയുക, വെള്ളത്തിലേക്ക് കാറ് മുങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് ഡോറ് തുറക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വേറൊന്നുമില്ല, നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കിക്കണം. ഇതിൽ ജിയോ തന്നെ പറയുന്നുണ്ട് ഇതിന് കിട്ടാവുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. സോ ജിയോക്ക് തന്നെ അറിയാം ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതായത് ബാക്കി M4 വീഡിയോ പോലെ അല്ല ഈ വീഡിയോ. ഇത് ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ ജിയോ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അതിൻ്റെ അടിയിൽ പോയിട്ട് പിന്നെ എത്രയോ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്തൊരു ചാനലും ഒരു വ്യക്തിയാണ്. അവർ ഈ ഒരു കണ്ടന്റ് ജസ്റ്റ് അവരുടെ മൈൻഡിൽ തോന്നിയത് ഇത്രയേ ഉള്ളൂ, വെള്ളത്തിലേക്ക് വണ്ടി കൊണ്ടുപോകരുത്, അത് മാത്രം പറയാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്, വേറെ ഒന്നുമില്ല, വെരി പ്ലെയിൻ ആണ്. അപ്പം പിന്നെ അതിൻ്റെ ഞാൻ കമൻറ്റ് ബോക്സ് കണ്ട് ഞെട്ടിപ്പോയി. എമ്മാതിരി കമൻറ്റ്, നിങ്ങൾ തന്നെ ഒന്ന് കയറി നോക്കുക, ഇഷ്ടംപോലെ റീസൺ ന്യൂ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം കമൻറ്റുകൾ കാണാൻ പറ്റും. സോ ജസ്റ്റ് ഒരു അവയർനെസ് അത്ര മാത്രമായിട്ട് കണ്ടാൽ മതി. അല്ല ഇതിനകത്ത് വല്ല ബോംബ് പൊട്ടണോ അതിൽ പുതിയ കണ്ടുപിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ പറയാനും പറ്റില്ല, ജിയോ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ വണ്ടി തന്നെ ചിലപ്പോൾ അടുത്ത് വെള്ളത്തിലും കാര്യങ്ങളും ഓടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി കൊണ്ടുവന്നാലും ചിലപ്പോൾ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടന്റ് അങ്ങനെ ആയി. ഒരു കണ്ടന്റ് ശേഷം എന്താ പറയുക, ഇൻഫോർമേറ്റീവ് അല്ലാതായി എന്നുള്ളത് കൊണ്ട് ഇത്രത്തോളം നെഗറ്റീവ് കമൻറ്റ് ബോക്സിൽ അടിക്കണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ അപ് ടു യു ഗൈസ്. കമൻറ്റ് ബോക്സ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു.